ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉച്ചയൂണിൻ്റെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. ഇന്നലെ നല്ല വെയിലെന്ന് പറഞ്ഞില്ലേ 2 ദിവസമായിട്ട്. പക്ഷെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും അങ്ങ് മഴയായിരുന്നു കേട്ടോ. ഇന്നത്തെ അന്തരീക്ഷവും ചെറിയൊരു മഴയും ചെറിയ ചാറ്റൽ ചെറിയ ചാറ്റൽ, വലിയ മഴയായിട്ടല്ല, ചെറിയ ചാറ്റലും ഒക്കെ ആയിട്ട് നിൽക്കുകയാണ്. വലിയ വെട്ടമൊന്നും ഇല്ല. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഉച്ചയൂണൊക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് രാവിലെ ഞാൻ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. രാവിലെ കഴിക്കാൻ വേണ്ടി പുട്ടായിരുന്നു കേട്ടോ. അതായത് ഉഴുന്ന് തീർന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മാവ് ഇങ്ങനെ ഞാൻ അപ്പം ഉണ്ടാക്കണമെങ്കിൽ എനിക്കൊരു ഇച്ചിരി ഉഴുന്ന് ഇട്ടിട്ടുണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പോൾ ഉഴുന്നിരിപ്പില്ലായിരുന്നു. പിന്നെ ഞാൻ ഇങ്ങനെ ഗോതമ്പ് മാവ് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിത് പൊടിപ്പിച്ചെടുത്തിട്ടുള്ള ഗോതമ്പ് പൊടിയാണ്. അപ്പോൾ അതിൽ ലേശം ഉപ്പൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇടഞ്ഞെടുക്കുകയാണെങ്കിൽ ഗോതമ്പ് മാവിൻ്റെ പുട്ടിന് മാവ് നനയ്ക്കാൻ വലിയ പാടാണ്. ഗോതമ്പ് മാവ് നനച്ചെടുക്കാം പുട്ടിന്. അത് ചിലപ്പോൾ ഞാൻ മിക്കപ്പോഴും കൊഴുക്കട്ടയ്ക്ക് വേണ്ടിയിട്ടോ ഇല്ലെങ്കിൽ ഇലയപ്പം ഉണ്ടാക്കാൻ പരുവത്തിനൊക്കെ ആയിപ്പോവും. അത് ആയി വരുന്നതല്ല കേട്ടോ. ഞാനിങ്ങനെ മാവ് നനച്ച് വരുമ്പോഴത്തേക്കും അങ്ങ് കട്ട പിടിക്കും. പിന്നെ ഞാനൊരു ഉരുട്ടങ്ങോട്ട് ഉരുട്ടി അങ്ങ് ഇലയപ്പവും എന്തെങ്കിലും ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ കമൻ്റ് ഉണ്ടായിരുന്നു, കുറച്ച് ചോറും ഗോതമ്പ് പൊടിയും കൂടെ മിക്സിക്കകത്ത് ഇട്ടിട്ട് ഇങ്ങനെ എടുത്താൽ മതിയെന്ന്. പക്ഷെ ഞാനങ്ങനെ ചെയ്തു നോക്കി, പറ്റുന്നില്ലടോ. അത് അങ്ങനെ കുഴഞ്ഞു പോവുകയാണ്. അതുകൊണ്ട് പിന്നെ ഞാൻ ചിലപ്പോൾ നമ്മൾ ആദ്യമായിട്ടൊക്കെ ഇങ്ങനെ പരീക്ഷിച്ച് നോക്കുന്നില്ല. ഒരു പരീക്ഷണം വിജയിക്കണമെന്നൊന്നും ഇല്ലല്ലോ, അതുകൊണ്ടായിരിക്കും. എന്നാൽ അരിപ്പൊടിയിൽ ഞാൻ അങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷേ അത് വിജയിച്ചിട്ടുമുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ചെയ്യുന്നതിൻ്റെ കുഴപ്പങ്ങളാണ്. അപ്പോൾ അത് എന്തായാലും ഞാൻ മാവ് ഇങ്ങനെ പേടിച്ചാണ് നനച്ച് വയ്ക്കുന്നത്. ഇച്ചിരി വെള്ളം ഒഴിക്കും, വീണ്ടും ഇങ്ങനെ എടുക്കും. അപ്പോൾ എന്തായാലും ഗോതമ്പ് പൊടി അവിടെ നനച്ച് വെച്ചു. പിന്നെ തേങ്ങയൊക്കെ തിരുമ്മി വെച്ച് അടുപ്പ് തീയൊക്കെ പിടിപ്പിച്ച് ഞാൻ കട്ടൻ ചായ ഇട്ട് കേട്ടോ. ഗ്യാസ് ഉണ്ടായിട്ട് നിങ്ങൾ പിന്നെ എന്തിനാണ് വിറക് കത്തിക്കുന്നതെന്ന് ചോദിക്കരുത്. ഗ്യാസ് ഉണ്ടെങ്കിലും വിറകടുപ്പ് തന്നെയാണ് നമ്മൾ കൂടുതലും ഉപയോഗിക്കുന്നത്. അത്യാവശ്യം മാത്രമേ ഞാൻ ഗ്യാസ് എടുക്കത്തുള്ളൂ. അപ്പോൾ ഇതേ പുട്ടിന് നമ്മൾ ചിരട്ടപ്പുട്ടാണ് കേട്ടോ. ഓരോ കുറ്റിയായിട്ട് ഇങ്ങനെ കുറ്റിയല്ലല്ലോ, അങ്ങനെ ഇതിൻ്റെ ചിരട്ട ഉണ്ടല്ലോ, അത് സാധനത്തിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സാധനം മേടിക്കുന്നതിന് മുന്നേ, അതായത് ചിരട്ടപ്പുട്ടുണ്ടാക്കുന്ന ഈ ഒരു മേക്കർ മേടിക്കുന്നതിന് മുന്നേ ഞാൻ ചിരട്ടയ്ക്കകത്ത് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് കേട്ടോ. ചിരട്ടയ്ക്കകത്തൊരു കിഴുത്തേക്ക് ഇട്ടിട്ട് മാവ് വെച്ചിട്ടായിരുന്നു ഞാൻ ചിരട്ടപ്പുട്ട് ഉണ്ടാക്കി നോക്കിയിട്ടുള്ളത്. നമ്മുടെ ആ വലിയ പുട്ടുകുറ്റി ഉണ്ടല്ലോ, പുട്ടുകുറ്റി, നീളം പുട്ടിൻ്റെ, അത് ശരിക്കും ഇല്ലാത്തത് നമ്മുടെ ആ ഒരു കുട്ടുകം ഉണ്ടല്ലോ, കുട്ടുകത്തിൽ അങ്ങനെ ഹോള് വീണതിന് ശേഷമാണ് നമ്മൾ പുട്ടുകുറ്റി അതിൽ വെക്കാൻ പറ്റാതായത്. അതിന് ശേഷമാണ് നമ്മളിത് ഈ ഒരു സംഭവം മേടിച്ചത് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ എടുക്കുമ്പോൾ എനിക്ക് വേറെ ഈസി ആയിട്ട് തോന്നിയത് വേറെ ഒന്നുമല്ല കേട്ടോ. ചുമ്മാ പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. കൊച്ചുങ്ങൾക്കൊക്കെ ആണെങ്കിൽ മതി ആവശ്യത്തിന് ഇങ്ങനെ പൊടിച്ചെടുക്കാം. നമുക്കൊക്കെ ആണെങ്കിൽ ഇതിൽ ഒരെണ്ണം കഴിച്ചാൽ വയറ് നിറയുമല്ലോ, അങ്ങനെ ഒരു ഗുണമുണ്ട്. പിന്നെ കാണാനും ചന്തമുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പപ്പടമൊന്നുമില്ല, അതുപോലെ കറിയും വെക്കുന്നില്ല. പഴം മേടിക്കാൻ വാപ്പ അടുത്ത് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. വാപ്പ കടയിൽ പോയിട്ടുണ്ടായിരുന്നേ. വരുന്ന വഴിക്ക് പഴവും അതുപോലെ പച്ചക്കറിയും തീർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതേ പച്ചക്കറിയൊക്കെ വാങ്ങിച്ചിട്ട് വന്നു. പിന്നെ പാലും വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. ഈ പച്ചക്കറി 100 രൂപയുടെ അല്ലെങ്കിൽ 150 രൂപയുടെ വാങ്ങിച്ചാൽ നമുക്ക് ഒരു സാമ്പാർ, ഒരു തീയൽ, ഒരു അവിയൽ, ഒരു തോരൻ, ഇത്രയും കാണും. ചിലപ്പോൾ ഒരു സാമ്പാറിനെ കാണത്തുള്ളൂ. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതേ ഞാൻ പാത്തുവിന് കാപ്പി കൊടുക്കാൻ പോവാണ് കേട്ടോ. പാത്തുവിൻ്റെ പതിവാണ് ഈ ഒരു മഞ്ച് അല്ലെങ്കിൽ ബിങ്കോ അങ്ങനെ എന്തെങ്കിലും അപ്പോൾ വരുമ്പോൾ മേടിച്ചുകൊണ്ട് കൊടുക്കുന്നത്, അല്ലെങ്കിൽ കപ്പലണ്ടി മിഠായി ആയിരിക്കും കേട്ടോ. അപ്പോൾ മഞ്ച് കൊണ്ടുവന്ന് അവക്കെടുത്ത് വെച്ച പാത്രത്തിൽ കാപ്പി ഞാൻ അങ്ങനെ പുട്ടും പഴവും കൂടെ എടുത്ത് വെച്ചപ്പോഴത്തേക്കും അവൾ കൊണ്ട് വെക്കുവാണ് കേട്ടോ. അങ്ങനെ എന്തായാലും കൊച്ചിന് ഞാൻ കാപ്പിയൊക്കെ കൊടുത്തു. എനിക്കാണെങ്കിൽ പഴം കൂട്ടിയിട്ട് പുട്ടാണെങ്കിലും ഉപ്പുമാവാണെങ്കിലും കഴിക്കുന്നത് ഇഷ്ടമേ അല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ കൊച്ച് കഴിക്കുന്നത് കണ്ടപ്പോൾ ഒരു കൊതി. ഞാനങ്ങനെ ഒരു പഴവും ഒരു ഇച്ചിരി പുട്ടും കൂടെ എടുത്തിട്ടൊന്ന് കുഴച്ച് കഴിച്ച് നോക്കി കേട്ടോ. എനിക്ക് പൊതുവെ ഗോതമ്പ് പുട്ട് അത്ര ഇഷ്ടമല്ല, ഒരു പ്രിയമല്ല. അരിപ്പുട്ട് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ മീൻകറിയും കൂട്ടി കഴിക്കാനാണ് ഇഷ്ടം. അപ്പോൾ ഞാനിന്ന് എന്തായാലും ഇച്ചിരി പഴം എടുത്തിട്ട് കുഴച്ചൊന്ന് കഴിച്ച് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. പിന്നെ അല്ലെങ്കിൽ ചൂടോടുകൂടി ഗോതമ്പിൻ്റെ പുട്ട് ഇങ്ങോട്ട് ഉണ്ടാക്കി വെക്കത്തില്ലേ, കുറച്ച് തേങ്ങയിട്ട് നല്ലതുപോലെ ഞെരടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ആ തേങ്ങാപ്പാലിൻ്റെ ആ ഒരു ടേസ്റ്റും ഒക്കെ ആയിട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇന്ന് മോൾക്ക് എന്തായാലും പരീക്ഷയുള്ള ദിവസമാണ്, തുടങ്ങുന്ന ദിവസമായിട്ട് ഓണ പരീക്ഷ. അങ്ങനെ കൊണ്ടാക്കി വന്നു. അപ്പോൾ പറഞ്ഞില്ലേ ഇന്നത്തെ പ്രധാന വിഷയം എന്ന് പറയുന്നത് ഉച്ചയൂണാണ്. അപ്പോൾ എനിക്ക് ഈ മീൻകറിയിൽ
മുരിങ്ങക്ക ഞാൻ പച്ചക്കറി കൊണ്ടുവന്ന് ആദ്യം നോക്കുന്നത് മുരിങ്ങക്ക എത്ര എണ്ണം ഉണ്ട്, തക്കാളി എത്ര എണ്ണം ഉണ്ട്, അത് മാത്രമല്ല ഉരുളക്കിഴങ്ങ് എത്ര എണ്ണം ഉണ്ട്, ഇതൊക്കെയാണ് എൻ്റെ നോട്ടം കേട്ടോ. ബാക്കിയൊക്കെ ഞാൻ മൈൻഡ് ചെയ്യത്തില്ല. ഇത് ഇത്രയും ഉണ്ടോ എന്നാണ് നോക്കുന്നത്. പ്രധാനം മുരിങ്ങക്കായാണ്. അപ്പം മുരിങ്ങക്ക എടുക്കുന്ന വേറെ ഒന്നിനുമല്ല. എനിക്ക് ഈ മീൻകറിക്കകത്ത് മുരിങ്ങക്ക, പച്ചമുളക്, തക്കാളിയൊക്കെ ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. നല്ലൊരു ടേസ്റ്റും മണവും ഒക്കെ തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇന്നിപ്പോൾ തീയലും കൂടെ വെക്കുന്നുണ്ട് കേട്ടോ. അതായത് ഇന്നലെ കൊണ്ടുവന്ന മീനാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ കറി വെച്ചിട്ട് ഒരു 7-8 മീൻ ഞാനെടുത്ത് മാറ്റി വെച്ചു പൊരിക്കാനായിട്ട്. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും മീൻ വാപ്പ വാങ്ങിച്ചിട്ടില്ല. ഇച്ചിരി മീൻ കറി ഇല്ലെങ്കിൽ ചോറ് ഇറങ്ങാൻ ഇച്ചിരി പാടായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ആ മീനങ്ങ് കറിയാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പൊരിക്കാൻ എടുക്കുന്നില്ല, പാത്തൂട്ടിക്ക് മാത്രം എടുക്കാം. അങ്ങനെ ഇതേ മുരിങ്ങയ്ക്കയും തക്കാളിയും പച്ചമുളകും ഒക്കെ ആവശ്യത്തിന് എടുത്തിട്ട് ഒന്ന് ആക്കി എടുക്കുന്നുണ്ട്. നമുക്ക് മുരിങ്ങ മരം ഉണ്ട് കേട്ടോ. അതിൽ മുരിങ്ങയ്ക്ക പിടിക്കുകയും ചെയ്യും. നല്ല നാടൻ മുരിങ്ങയ്ക്കയാണ്. പക്ഷേ കഴിഞ്ഞ വർഷം നമ്മളത് വെട്ടിക്കളഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് വെട്ടിക്കളഞ്ഞ് അതിങ്ങനെ പൂത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ കാ വീണിട്ടില്ല. പിന്നെ അതിൽ കായ ഉണ്ടായിട്ടില്ല കേട്ടോ. അങ്ങനെയാണ്, പൂക്കും പക്ഷേ കാ ഉണ്ടായിട്ടില്ല. അങ്ങനെ വാപ്പുമ്മ അവിടെ കുറച്ച് വിറക് കിടപ്പുണ്ടായിരുന്നു കേട്ടോ. രാവിലെ പറക്കിക്കൊണ്ട് വന്നതാണ് താഴത്തെ തോട്ടത്തിൽ നിന്ന്. അപ്പം അതൊക്കെ വാപ്പുമ്മ ഒടിച്ച് പറക്കി മാറ്റി വെക്കുന്നുണ്ട്. ചെറിയ ചാറ്റൽ മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒന്നുകൂടി അങ്ങ് നനഞ്ഞ് കിടക്കുന്നതല്ലേ. അപ്പോൾ എല്ലാം ഒടിച്ച് പറക്കി അങ്ങ് സൈഡിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ അപ്പോഴത്തേക്കും വന്നിട്ട് മീൻകറിയുടെ അരപ്പൊക്കെ അങ്ങ് റെഡിയാക്കി ഉപ്പും പുളിയും ഒക്കെ ഇട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള മുരിങ്ങക്കായും തക്കാളിയും പച്ചമുളകും ഒക്കെ ഇട്ട് കൊടുത്ത് കറി അടുപ്പിലോട്ട് അങ്ങ് ആക്കി കൊടുത്തേ. പിന്നെ തീയൽ വെക്കുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു. തീയലിന് വേണ്ടി കുറച്ച് തേങ്ങ എടുത്തിട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട്, വറുത്തെടുക്കുന്നുണ്ട്. പാപ്പുമാണെങ്കിൽ തീയലിന് വേണ്ടിയിട്ടുള്ള പച്ചക്കറിയൊക്കെ അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. തീയൽ വെക്കാൻ ഞാനിതിൽ ഉരുളക്കിഴങ്ങൊന്നും എടുത്തിട്ടില്ല. പടവലങ്ങയും അതുപോലെ വഴുതനങ്ങയും കൂടി ഇട്ടിട്ടുള്ള തീയലാണ് കേട്ടോ. അപ്പം അത് ഇവിടെ വന്നിരുന്നിട്ട് അതൊക്കെ ഒന്ന് വൃത്തിയാക്കി തരുന്നുണ്ട്. എൻ്റെ ഇടയിൽ കഥയും പറയുന്നുണ്ട് കേട്ടോ. വാപ്പുമായി തിരക്കിയിട്ടുള്ള കമൻറ്റൊക്കെ ഞാൻ കണ്ടു. അതൊക്കെ ഞാൻ വാപ്പുമാരുടെ അടുത്ത് പറയും. ഭയങ്കര സന്തോഷം, ഭയങ്കര ഇഷ്ടമൊക്കെ കേട്ടോ വീഡിയോ എടുക്കുമ്പോൾ. അമ്മക്ക് അറിയില്ലല്ലോ എന്തുവാ സംഭവം എന്നൊന്നും അമ്മക്ക് അറിയത്തില്ല. ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കും. യൂട്യൂബിലാണ് ഇടുന്നത്. അപ്പോൾ ആളുകളൊക്കെ കാണും അമ്മായി തിരക്കുന്നുണ്ട് എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ഭയങ്കര ചിരിയാണ് ആൾ. ഇനി എപ്പോഴെങ്കിലും നമ്മൾ സംസാരിക്കുമ്പോൾ അത് ഞാൻ വോയിസ് കേൾപ്പിച്ച് തരാവേ. അങ്ങനെ എന്തായാലും ഞാൻ വന്നിട്ട് അതിൽ തേങ്ങ മൂത്ത് വന്നിട്ടുണ്ടായിരുന്നു. തേങ്ങ ഇച്ചിരി നല്ലതുപോലെ അങ്ങ് മൂത്ത് പോയി കേട്ടോ. ചില ഭാഗങ്ങളൊക്കെ നല്ലതുപോലെ അങ്ങ് മൂത്ത്. ഈ വലിയ രീതിയിൽ തിരുമ്മിയെടുത്തത് അതുപോലെ കിടക്കുന്നുണ്ട്. സാധാരണ ഞാൻ മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് ഒന്ന് കറക്കി എടുത്തിട്ടാണ് മൂപ്പിക്കാറ്. ഇന്നങ്ങനെ ചെയ്തില്ല. അപ്പോൾ എന്തായാലും മുളകും മല്ലിയിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ 2 പച്ച ഉലുവയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു പച്ച ഉലുവയുടെ ചവ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അതുകൊണ്ട് ഞാൻ അങ്ങനെയും കൂടി ഇട്ടൊന്ന് മൂപ്പിച്ച് അതിൻ്റെ ആ ഒരു ചൂട് പോയപ്പോഴത്തേക്കും ഇത് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ക്യാമറയിൽ ആ കളറ് വരുന്നില്ലെങ്കിലും നല്ല ഡാർക്ക് കറുത്തിരിക്കുകയാണ് കേട്ടോ നമ്മൾ അരപ്പ്. അപ്പോൾ എന്തായാലും അരപ്പൊക്കെ ചൂട് പോയതിന് ശേഷം അരച്ചെടുക്കുന്നുണ്ട്. പിന്നെ അതേ പച്ചക്കറിയൊക്കെ അരിഞ്ഞ് ഇട്ടിട്ടുണ്ട്. അതിലും കൂടെ 2 മുരിങ്ങയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു തക്കാളിയും കൂടെയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇത് എണ്ണയ്ക്കകത്തിട്ട് നന്നായിട്ട് ഇച്ചിരി ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. വഴണ്ടതിന് ശേഷം നമ്മളിത് അരപ്പങ്ങ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു ഇച്ചിരി പുളി ഞാൻ ചേർത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ആ ഒരു തീയലും കൂടെ റെഡി ആയിട്ടുണ്ട്. മീൻകറി റെഡി ആയിട്ടുണ്ടായിരുന്നു. മീൻകറി ഞാൻ എടുത്തങ്ങോട്ട് മാറ്റി കേട്ടോ. പിന്നെ ഉള്ളത് പിന്നെ പച്ചക്കറിയിൽ നിന്ന് കുറച്ച് ക്യാബേജും അതുപോലെ ക്യാരറ്റും കൂടെ എടുത്തിട്ട് അതും കൂടി ഇങ്ങ് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ, തോരൻ വെക്കാൻ വേണ്ടിയിട്ട്. ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്തോ തോന്നി? ഇന്ത്യൻ ഫ്ലാഗ് പോലെയല്ലേ, വെള്ള അതുപോലെ ഓറഞ്ച് പച്ച ഒക്കെ ആയിട്ട് അങ്ങനെ എനിക്ക് തോന്നിയിട്ട് ഞാൻ അരിഞ്ഞെടുത്ത് ഇങ്ങനെ വെച്ചപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് ഒരു പ്രത്യേകത. അപ്പോൾ എന്തായാലും നമ്മുടെ പച്ചക്കറി അരിഞ്ഞ് അതായത് ക്യാബേജൊക്കെ തോരന് വേണ്ടിയിട്ടും കൂടെ അരിഞ്ഞെടുത്ത് എണ്ണയിലൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. ഉപ്പൊക്കെ ഇട്ടിട്ട് ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ തേങ്ങ പച്ചമുളക് ജീരകവും കൂടെ ഒരു ഇച്ചിരി വെളുത്തുള്ളിയും കൂടെ ഒക്കെ ഇട്ടിട്ട് ഒന്ന് ഒതുക്കിയെടുത്ത് തട്ടി കൊടുക്കുന്നുണ്ട്. ഇനി മിക്സാക്കി 2 കറിവേപ്പിലയും കൂടെ നുള്ളിയിട്ട് നന്നായിട്ടൊന്ന് ചിക്കി എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്യാബേജ് തോരനും കൂടെ റെഡി ആയിട്ടുണ്ട്. ഇന്നിപ്പം മീനൊന്നും വറുക്കാനില്ല. അപ്പോൾ ഇന്നത്തെ ലഞ്ച് ഇതൊക്കെയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ആദ്യമായി നമ്മുടെ ചാനൽ ആരെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ബൈ.